സഹൃദയരെ, 1993 മാർച്ച് മാസം സൂര്യൻ കത്തിജ്വലിച്ചു. ഭൂമി വിണ്ടുവരണ്ടു. എങ്ങും വരൾച്ച. സുഡാനിലെ അയോധ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ആ കുഞ്ഞു വിമാനം പറന്നിറങ്ങി. UN സംഘടനയുടെ ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ എന്ന ദൗത്യവുമായാണ് ആ കുഞ്ഞു വിമാനം അന്ന് അവിടെ പറന്നിറങ്ങുന്നത്. ആ വിമാനത്തിൽ അയാളും ഉണ്ടായിരുന്നു. തന്റെ സുഹൃത്തായ ചിത്രഗ്രാഹകൻ വിമത പടയാളികളുടെ ചിത്രമെടുക്കാനായി ഒരു വഴിക്ക് തിരിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ ഉടക്കിയത് ഭക്ഷണപ്പൊതികൾ ഏറ്റുവാങ്ങാനായി ഓടി അടുക്കുന്ന മൃതപ്രാണരായ മനുഷ്യരിലേക്കാണ്. അയാൾ അവരുടെ ചിത്രങ്ങൾ പകർത്തി. പൊടുന്നനെ കുറച്ച് അകലെയായി അയാൾ ആ കാഴ്ച കണ്ടു. വിശന്ന് വലഞ്ഞ് മരണാശന്യായി ഭക്ഷണപ്പൊതികൾക്ക് വേണ്ടി ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞ്. അതിന് തൊട്ടടുത്തായി പറന്നിറങ്ങിയ ഒരു ശവന്തീനി കഴുകൻ. അയാളിലെ ചിത്രഗ്രാഹകൻ ഉണർന്നു. മരണവും വിശപ്പും കഴുകനും ഒരേ ഫ്രെയിം. അയാൾ ആ ചിത്രം പകർത്തി. ചരിത്രമെഴുതിയ ചിത്രങ്ങൾ, ജനമനസ്സു നീട്ടിയ ചിത്രങ്ങൾ, വിശപ്പു തീണ്ടിയ മനുഷ്യരാശിയെ വരച്ചു കാട്ടിയ ചിത്രങ്ങൾ, കഥ പറഞ്ഞ ജീവിത ചിത്രങ്ങൾ. ചരിത്രമെഴുതിയ ചിത്രങ്ങൾ, ജനമനസ്സു നീട്ടിയ ചിത്രങ്ങൾ, വിശപ്പു തീണ്ടിയ മനുഷ്യരാശിയെ വരച്ചു കാട്ടിയ ചിത്രങ്ങൾ, കഥ പറഞ്ഞ ജീവിത ചിത്രങ്ങൾ. നമ്മുടെ കഥയുടെ പേരാണ് കഴുകനും കുഞ്ഞും. നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇരുണ്ട ഭൂഖണ്ഡമെന്ന് പരക്കെ അറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ്. ഏറെ ഭാഗം ജനങ്ങളും വെറും മസ്തികൂടം മാത്രമാണ്. ജീവന്റെ ഒരു തുടിപ്പുണ്ടെന്നേയുള്ളൂ. സുഡാൻ, എത്യോപ്യ, അയോധ, ഇവിടെയുള്ള മനുഷ്യരുടെ സ്ഥിതിയാണ് ഇതൊക്കെ. 31 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു മാർച്ച് മാസം 1993 ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ദേശം അങ്ങ് ജോഹനാൻസ്ബർഗിലെ ബാങ് ബാങ് എന്ന പേരുള്ള ക്ലബിലെത്തി. പത്രപ്രവർത്തകരുടെയും സ്വതന്ത്ര ചിത്രഗ്രാഹകന്മാരുടെയും ഒരു ക്ലബായിരുന്നു അത്. എന്തായിരുന്നു ആ സന്ദേശം? സന്ദേശം മറ്റൊന്നുമല്ല, പട്ടിണിയിൽ പൊരിയുന്ന അയോധ്യയിലേക്ക് ഐക്യരാഷ്ട്രസഭ ഭക്ഷണം വിതരണം ചെയ്യുന്നു. അതിന്റെ കുറച്ച് വാർത്തയും ചിത്രങ്ങളും എടുക്കുവാൻ കുറച്ചു പേർക്ക് ക്ഷണം. അതിലൂടെ സുഡാനിലെ ഇരുണ്ട കാലത്തിന്റെ സത്യങ്ങൾ ലോകത്തെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം. ആ ക്ഷണം സ്വീകരിച്ച് ക്ലബ്ബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയായിരുന്നു കെവിൻ കാർട്ടർ. അതിപ്രശസ്തനായ സ്വതന്ത്ര ചിത്രഗ്രാഹകൻ കെവിൻ കാർട്ടർ. അനുപമ സുന്ദരനാണു കെവിൻ, ആരാധകരുണ്ടനവധിയായി. അപൂർവ സുന്ദര ചിത്രമൊരുക്കും അത്യാകർഷക ദൃശ്യങ്ങൾ, അത്യാകർഷക ദൃശ്യങ്ങൾ. ജിമ്മി എന്ന വെളുത്ത വർഗ്ഗക്കാരന്റെയും റോണ എന്ന കറുത്ത വർഗ്ഗക്കാരിയുടെയും മകനായി 1960 കെവിൻ കാർട്ടർ ജനിച്ചു. കുഞ്ഞുനാളിൽ തന്നെ വർണ്ണ വിവേചനത്തിനെതിരെ സ്വന്തം മാതാപിതാക്കളോട് ചോദ്യം ഉന്നയിച്ച ആളായിരുന്നു കാർട്ടർ. ഫാർമസിസ്റ്റായും വിമുക്ത പഠനായും റേഡിയോ ജോക്കിയുമായി സേവനമനുഷ്ഠിച്ച കാർട്ടർ ഒടുവിൽ എത്തിപ്പെട്ടത് തനിക്കു പ്രിയപ്പെട്ട വാർത്താ ചിത്രഗ്രാഹന രംഗത്തിലേക്കായിരുന്നു. ആ മേഖലയിൽ അയാൾ പകർത്തിയ പല ചിത്രങ്ങളും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നവയായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന അപ്പാർത്തൈഡ് എന്ന മനുഷ്യത്വരഹിതവും നീചവുമായ വ്യവസ്ഥിതികളോട് താൻ പകർത്തിയ ചിത്രങ്ങളിലൂടെ കാർട്ടർ കലഹിച്ചു. യുദ്ധഭൂമികൾ, കലാപഭൂമികൾ, നെക്ലസിംഗ് എന്ന് പേരിട്ട് വിളിച്ചിരുന്ന അതിക്രൂരമായ നരഹത്യകൾ, ഈ നേർക്കാഴ്ചകളിലൂടെയൊക്കെ കാർട്ടർ തന്റെ ക്യാമറ തിരിച്ചു. കാലം പകർത്തിയ ചിത്രങ്ങൾക്കിടയിൽ എവിടെയോ ഒരു പ്രണയിനിയായി, സുഹൃത്തായി അവളും അയാൾക്കൊപ്പം കൂടി. ജൂലിയ ലോയി പ്രണയിനിയായിരുന്നു. അവൾ ആരാധികയായിരുന്നു.
വരൂ, തിരികെ നമുക്ക് വീണ്ടും അയോധ്യയിലേക്ക് പോകാം. കഴുകനും കുഞ്ഞും. ആ മരണവും വിശപ്പും കഴുകനും ഒരേ ഫ്രെയിമിൽ അയാൾ ആ ചിത്രം പകർത്തി. ഈ ചിത്രമായിരുന്നു പുറം ലോകം കണ്ടത്. എന്നാൽ ആ ചിത്രം എടുത്തതിന് ശേഷം അയാൾ ആ കുഞ്ഞിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങി ആ കഴുകനെ ആട്ടി ഓടിച്ചു. അതിദാരുണമായ ആ കാഴ്ച അയാളെ വല്ലാതെ തളർത്തിയിരുന്നു. കുറച്ച് അകലെ മാറി ഒരു മരച്ചുവട്ടിൽ കെവിൻ ഇരുന്നു. സിഗരറ്റ് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങ് ദൂരെയായി സിൽവിയുടെ സ്വരം കേട്ടു. കെവിൻ, കെവിൻ, എന്തെടുക്കും അവിടെ? വേഗം വരൂ, നമുക്ക് പുറപ്പെടാൻ സമയമായി. ആ ചെറു വിമാനത്തിൽ അവർ നൈറോബിയിലേക്ക് പറന്നു. ജോഹന്നാസ്ബർഗിൽ തിരിച്ചെത്തിയ ശേഷം കെവിൻ ആ ചിത്രങ്ങൾ പുറം ലോകം അറിയുന്നതിനു വേണ്ടി ന്യൂയോർക്ക് ടൈംസിന് കൈമാറുകയും ചെയ്തു. 1993 ആ ചിത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസിൽ അച്ചടിച്ചു വരികയും ചെയ്തു. പിന്നെ സംഭവിച്ചത് പ്രവചനാതീതമായിരുന്നു. ന്യൂയോർക്ക് ടൈംസിന്റെ കാര്യാലയത്തിലേക്ക് ഫോൺ വിളികളുടെയും എഴുത്തുകളുടെയും പ്രവാഹമായിരുന്നു. എല്ലാവർക്കും അറിയേണ്ടത് ആ കുഞ്ഞിനെ കുറിച്ചായിരുന്നു. ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ അതോ മരണത്തിന് കീഴടങ്ങിയോ? കെവിൻ കാർട്ടർ എന്ന അതിപ്രശസ്തനായ ചിത്രഗ്രാഹകൻ പൊടുന്നനെ ലോകത്തിനു മുന്നിൽ ഒരു കുറ്റവാളിയായി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ചിത്രം ഒരു ആഗോള ബിംബമായി. ചിത്രത്തിന്റെ പ്രശസ്തിക്കൊപ്പം തന്നെ കാർട്ടർ വാഴ്ത്തപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തു. സ്വാർത്ഥനിവൻ, കൊടുംഭീരവൻ, കാത്തുകിടന്ന കഴുകനിവൻ, ഹൃദയം കല്ലായി മാറ്റിയവൻ, വർണ്ണവെറി പൂണ്ട ഭ്രാന്തനിവൻ. സ്വാർത്ഥനിവൻ, കൊടുംനീചനിവൻ, കാത്തുകിടന്ന കഴുകനിവൻ, ഹൃദയം കല്ലായി മാറ്റിയവൻ, വർണ്ണവെറി പൂണ്ട ഭ്രാന്തനിവൻ. അതെ, വർണ്ണവെറി പൂണ്ട ഭ്രാന്തനിവൻ. പിന്നെയുള്ള കെവിന്റെ ജീവിതം ഒരു നരക തുല്യമായി. ലോകം അയാൾക്കു നേരെ ഒരു ചർച്ചാ വിഷയമായി. എന്തൊരു മനുഷ്യനാണ് അയാൾ! മനുഷ്യത്വം തൊട്ടു തീണ്ടാത്തയാൾ. ഒന്ന് മനസ്സ് വച്ചിരുന്നുവെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താമായിരുന്നില്ലേ? അതിന് അയാളുടെ ദൗത്യം വെറും ചിത്രമെടുക്കുക മാത്രമായിരുന്നല്ലോ. ഏയ്, അങ്ങനെ പറയരുത്. ചിത്രമെടുക്കുക അയാളുടെ ദൗത്യമാണല്ലോ. അതെ. ലോകം അയാൾക്കു നേരെ ചോദ്യശരങ്ങൾ പൊഴിച്ചു. കൂട്ടത്തിൽ ഏറ്റവും ക്രൂരവും നീചവുമായ വാക്കുകൾ കാർട്ടറുടെ പ്രിയപ്പെട്ടവളുടേതായിരുന്നു. നിങ്ങൾ ഒരു നല്ല ഫോട്ടോഗ്രാഫർ ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഒരു നല്ല മനുഷ്യനല്ല. നിങ്ങൾക്ക് ഇതിന് കഴിയുകയുമില്ല. എനിക്കിനി നിങ്ങളോടൊപ്പം കഴിയുവാനാവില്ല. ഞാൻ പോകുന്നു. എന്റെ മകളെയും എടുത്ത് ഞാൻ പോകുന്നു. ഈ ദുരിത പേമാരിക്കിടയിലും കെവിനെ തേടി ഒരു സന്തോഷ വാർത്ത എത്തി. പക്ഷേ അത് അയാളെ വല്ലാതെ സന്തോഷിപ്പിച്ചില്ല. അയോധ്യയിൽ താൻ പകർത്തിയ കഴുകനും കുഞ്ഞും എന്ന ചിത്രത്തിന് ചിത്രഗ്രാഹകന്മാരുടെ ഉയർന്ന പുരസ്കാരമായ പുലിത്സർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. 1994 പുലിത്സർ പുരസ്കാരം സ്വീകരിക്കുവാനായി കെവിൻ ന്യൂയോർക്കിലെത്തി. അന്ന് അവിടെ കൂടിയിരുന്ന പത്രപ്രവർത്തകരിൽ ഒരാൾ ചോദിച്ച ചോദ്യം അയാളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. മിസ്റ്റർ കെവിൻ, ഒന്ന് ചോദിച്ചോട്ടെ, അന്ന് അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു? ഒന്ന് അല്ല, അന്ന് അവിടെ 2 കഴുകന്മാരുണ്ടായിരുന്നു. പക്ഷേ ഒന്നിന്റെ കയ്യിൽ ഒരു ക്യാമറയുണ്ടായിരുന്നു. പട്ടിണിയും ദുരിതവും ക്രൂരതയും വിശപ്പും അനുഭവിക്കുന്ന ഒരു ജനതയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടണമെന്ന് ആഗ്രഹിച്ച കെവിൻ എന്ന ചിത്രഗ്രാഹകന് തെറ്റ് പറ്റിയിരിക്കുന്നു. അയാളുടെ ഉദ്ദേശശുദ്ധിക്ക് മുന്നിൽ ലോകം എന്നൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. കഴുകനാര്? മരവിച്ച മനസ്സുമായി ഒരു മനുഷ്യൻ ചോദ്യശരങ്ങൾ തൻ ശരശയ്യയിൽ ഓർമ്മതൻ പിന്നിയ കമ്പിളി തുന്നി ശാപത്തിൻ ശൈത്യത്തിൽ നീറുന്നു. മരവിച്ച മനസ്സുമായി ഒരു മനുഷ്യൻ ചോദ്യശരങ്ങൾ തൻ ശരശയ്യയിൽ
ഓർമ്മതൻ പിന്നിയ കമ്പിളി തുന്നി ശാപത്തിൻ ശൈത്യത്തിൽ നീറുന്നു. താൻ കണ്ടു വിറങ്ങലിച്ചു നിന്ന് കൊടും ക്രൂരതകൾ ലോകത്തെ അറിയിക്കണമെന്നും അതിലൂടെ വ്യവസ്ഥിതികൾക്ക് മാറ്റമുണ്ടാകണമെന്നും ചിന്തിച്ച കാർട്ടറെ ലോകം മനസ്സിലാക്കിയത് മറ്റൊരർത്ഥത്തിലായിരുന്നു. കാർട്ടർ പതിയെ വിഷാദ രോഗത്തിന് അടിമയായി. മദ്യത്തിലും മയക്കുമരുന്നിലും അയാൾ അഭയം പ്രാപിച്ചു. പക്ഷേ ആ മനുഷ്യന്റെ പതനം പൂർണ്ണമാക്കിയത് മറ്റൊരു സംഭവമായിരുന്നു. സ്വന്തം സുഹൃത്തും സന്തത സഹചാരിയും ബാങ് ക്ലബിലെ അംഗവുമായ കെൻ ന്യൂസ്റ്റബുക്ക് കലാപഭൂമിയിൽ ചിത്രങ്ങൾ എടുക്കുന്നതിനിടെ കൊല്ലപ്പെട്ടു. അതിനും കാരണക്കാരൻ താനാണെന്ന് കാർട്ടർ വിശ്വസിച്ചു. താൻ അയോട്ടിൽ പകർത്തിയ കഴുകനും കുഞ്ഞുമെന്ന ചിത്രമാണെന്ന് അയാൾ ഉറപ്പിച്ചു. ആ വെടിയുണ്ടകൾ എനിക്കുള്ളതായിരുന്നു. പക്ഷേ വിധിയായിരുന്നു നിന്നെ അവിടെ എത്തിച്ചത്. അതിനും കുറച്ച് നാളുകൾക്ക് ശേഷം 1994 ജൂലൈ മാസം കെവിൻ താൻ ജനിച്ചു വളർന്ന പാർക്കർമോർ എന്ന നഗരത്തിലൂടെ കാറോടിച്ചു പോയി. അവിടെ ഒരു നദിക്കരയുടെ അടുത്തായി അയാൾ ആ വണ്ടി നിർത്തി. തന്റെ ബാല്യകാല സ്മരണകൾ തളം കെട്ടിക്കിടക്കുന്ന തന്റെ സ്വന്തം നഗരം. എന്നിട്ട് കാറിന്റെ എക്സോസ് പൈപ്പിലേക്ക് മറ്റൊരു പൈപ്പുമായി ഘടിപ്പിച്ച് കാർബൺ മോണോക്സൈഡിന്റെ വിഷവാതകം കാറിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ തുടങ്ങി. കാറിന്റെ സീറ്റിൽ അമർന്നിരുന്നതിന് ശേഷം വാക്മാൻ ചെവിയിൽ ഘടിപ്പിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുവാൻ തുടങ്ങി. കൂടെ കാറിന്റെ എഞ്ചിനും സ്റ്റാർട്ട് ചെയ്തു. കൊലപാതകങ്ങളുടെ, ശവങ്ങളുടെ, വേദനയുടെ, ദുരിതത്തിൽ കഷ്ടപ്പെടുന്നതോ മുറിവേറ്റതോ ആയ കുട്ടികൾ, പലപ്പോഴും പോലീസുകാരും സന്തുഷ്ടരായ ഭ്രാന്തന്മാരും കൊലയാളി ആരാച്ചാർമാരും വിവിധങ്ങളായ ഓർമ്മകൾ എന്നെ വേട്ടയാടുന്നു. ഞാൻ എൻ്റെ കെന്നിനടുത്തേക്ക് പോവുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ അവനെ അവിടെ കണ്ടുമുട്ടും. ഇതായിരുന്നു കെവിന്റെ ആത്മഹത്യാക്കുറിപ്പ്. അതിപ്രശസ്തനായ സ്വതന്ത്ര ചിത്രഗ്രാഹകൻ കെവിൻ കാർട്ടർ മരണത്തിന് കീഴടങ്ങുന്നു. ജീവൻ തുടിക്കുന്ന ചിത്രത്തിലൂടെ ജീവിച്ചിരിക്കുന്നു കാർട്ടർ. കാലം പറയാതൊളിപ്പിച്ചു വെച്ച കഥകൾ പറഞ്ഞവൻ കാർട്ടർ. ജീവൻ തുടിക്കുന്ന ചിത്രത്തിലൂടെ ജീവിച്ചിരിക്കുന്നു കാർട്ടർ. കാലം പറയാതൊളിപ്പിച്ചു വെച്ച കഥകൾ പറഞ്ഞവൻ കാർട്ടർ. കെവിൻ കാർട്ടർ. ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ കെവിൻ കാർട്ടർ എന്ന ചിത്രഗ്രാഹകനും അയാൾ പകർത്തിയ ചിത്രങ്ങളും മനുഷ്യ മനസാക്ഷിയെ വിറങ്ങലിപ്പിച്ചുകൊണ്ട് ഇന്നും ഒരു നോവായി അവശേഷിക്കുന്നു. കാർട്ടറുടെ മകൾ സ്വന്തം അച്ഛനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ തീർത്തും പ്രസക്തമാണ്. കഴുകനും കുഞ്ഞുമെന്ന ആ ചിത്രത്തിലെ ആ കുഞ്ഞ് എന്റെ അച്ഛനാണ്. ശവം കൊത്തിപ്പറിക്കുവാനായി അങ്ങകലെ കാത്തു നിൽക്കുന്ന ആ കഴുകൻ നമ്മുടെ നന്മയെ മനസ്സിലാക്കാൻ കഴിയാത്ത ലോകമാണ്, മനുഷ്യരാണ്. മാനവികതയ്ക്ക് നേരെ, പ്രകൃതിക്ക് നേരെ തുറന്നു പിടിച്ച ജാലകങ്ങളാകട്ടെ നമ്മൾ പകർത്തുന്ന ഓരോ ചിത്രങ്ങളും. എൻ്റെ പ്രിയപ്പെട്ട സഞ്ചാരികളെ, അങ്ങനെ തന്നെ ആകട്ടെ ഓരോ യാത്രകളും.